എനിക്കെപ്പോഴും സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ എന്നെ ബഹുമാനിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ്. സ്ത്രീകൾ നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ലേഡി സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ബാലചന്ദ്ര മേനോൻ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കലാകാരിയായി അറിയപ്പെട്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോൾ പ്രാഞ്ചേട്ടൻ എന്നല്ല, ഏതേട്ടൻ എന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയാം, അങ്ങനെ എനിക്കുണ്ട്. അതെ, ഞാൻ പ്രാഞ്ചേട്ടനാണ്, ഞാൻ പണ്ഡിറ്റാണ്. എനിക്ക് അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അത് പ്രിയ ഷൈൻ എന്ന കലാകാരിയായി അറിയപ്പെടണമെന്ന് ആഗ്രഹം. അതെല്ലാം മനുഷ്യനുള്ള അഭിവാഞ്ചയല്ലേ. 2 നാഷണൽ അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ 86 അവാർഡുകൾ കരസ്ഥമാക്കി. തലേ ദിവസം നാഗബന്ധനം, വാവ സുരേഷ് മാഷൊക്കെ വന്നിട്ട് നാഗങ്ങളെക്കുറിച്ചുള്ള സർപ്പക്കാവുകളൊക്കെ കേന്ദ്രീകരിച്ച് വരണം. അത് പിറ്റേ ദിവസം ഗാന്ധിജിയുടെ ആത്മരോധനം. ആകെ 500 രൂപയും കയ്യിലുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു, ഇറങ്ങുക, ബാക്കിയെല്ലാം ദൈവം തരുമെന്ന്. നല്ല വിശ്വാസിയാണ്. പക്ഷേ ആ ഈശ്വരന്മാരെ കാണുന്നതിനൊരു വ്യത്യാസമുണ്ട്. പ്രിയ ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയെ പുരുഷന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള നിലയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. കാര്യം അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അവർ സംഘടിപ്പിച്ച റാലിയിൽ, പുരുഷന്മാരുടെ സംഘടന സംഘടിപ്പിച്ച റാലിയിൽ, അതോടൊപ്പം സവാദിനെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ പല സ്ത്രീകൾക്കും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറിച്ചാണ് ഞാൻ ആകേണ്ടിയിരുന്നത്. കാരണം അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് കഴിവുകളും ഒരുപാട് കലകളുമുള്ള എൻ്റെ അമ്മ അടുക്കളയുടെ ആ ഒരു അവിടെ മാത്രം കരിക്കരങ്ങളുടെയും അതിൻ്റെ ഇടയിൽ കോണുകളിൽ നിശബ്ദമായിട്ട് ഇപ്പോഴും ഒച്ച ഉയർത്തി അച്ഛനെ ഒന്ന് വിളിക്കാൻ, അതായത് ദാ നോക്കി ചായ, ആ ഒരു രീതിയിലുള്ള എൻ്റെ അമ്മയുടെ ആ ഒരു ജീവിതം കണ്ട് ഇതാകുമ്പോൾ ശരിക്കും പുരുഷന്മാരോട് വെറുപ്പുണ്ടാകാനാണ് സാധ്യത. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും എന്താ പറയുക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്. എനിക്കെപ്പോഴും സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ എന്നെ ബഹുമാനിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ്. സ്ത്രീകൾ നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എടുത്താൽ. അപ്പോൾ പുരുഷന്മാരോട് എനിക്ക് വലിയൊരു ആദരവുണ്ട്, നല്ല പുരുഷന്മാരോട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. പൊതുവെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു പ്രാഞ്ചിയേട്ടൻ എന്ന് ആരോ വിശേഷിപ്പിച്ചു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മാഷെ. ഈ പാലായിലെ ലേഡി സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ബാലചന്ദ്ര മേനോൻ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. വയലാർ എഴുതുമോ ഇതുപോലെ? ഈ പ്രാഞ്ചിയേട്ടൻ, അതൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അത് എന്താണോ ഞാൻ ആ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല. പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സ്വയം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, രഞ്ജിത്തിന്റെ സിനിമ. അത് എന്താ? അതില് അദ്ദേഹത്തിന് അറിയപ്പെടുക എന്നുള്ള അദമ്യമായ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ, അത്യാവശ്യം പണമൊക്കെ ഉണ്ട്. ആരാ മാഷെ അറിയപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത? ഒരു കലാകാരനായിട്ട് ജനിച്ചെങ്കിൽ, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അത് പ്രിയ ഷൈൻ എന്ന കലാകാരിയായി അറിയപ്പെടണമെന്ന് ആഗ്രഹം. അതെല്ലാം മനുഷ്യനുള്ള അഭിവാഞ്ചയല്ലേ, ആഗ്രഹമല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഞാനൊരു എന്ന് വെച്ച് മയിര് പാട്ട് എഴുതിയപ്പോൾ ഞാൻ ഫേമസ് ആകുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. സാധാരണ ഒരു പാട്ട്. പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് നല്ല നല്ല വർക്കുകൾ ചെയ്യണം, അത് അവാർഡിന് അയച്ചു കൊടുക്കണം, അവാർഡുകൾ കിട്ടണം, പിന്നെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു കലാകാരിയായി അറിയപ്പെട്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോൾ പ്രാഞ്ചേട്ടൻ എന്നല്ല, ഏതേട്ടൻ എന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയാം, അങ്ങനെ എനിക്കുണ്ട്, എനിക്കങ്ങനെയുണ്ട്. അത്തരം വിമർശനങ്ങളെ ചിരിച്ചുകൊണ്ട് തള്ളുമോ, ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുമോ? ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും, തള്ളുന്നില്ല, ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ഭ്രാന്താണെന്നാണ് ഒരുപാട്. ഇപ്പം പിന്നെ അതാരും പറയുന്നില്ല. 2 നാഷണൽ അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ 86 അവാർഡുകൾ കരസ്ഥമാക്കി. അത് അഹോരാത്രമുള്ള കഷ്ടപ്പാടാണ്. വലിയ വലിയ വർക്കുകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ വർക്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വഴിക്കണ്ണുമായിട്ടിരിക്കുന്ന ഫലം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ടിപ്പോൾ ആരും അത് പറയുന്നില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ആരോപണം വന്നതിന് കാര്യം, പലപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രൊഫൈലും നോക്കിയപ്പോൾ പലപ്പോഴും പല ചിത്രങ്ങൾ കാണുന്നു, പലർക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വരുന്നു, ചില ഷോർട്ട് ഫിലിമിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും ഈ വിമർശനങ്ങൾ. പിന്നീട് തന്നെയുമല്ല, ഈ മയിലുപാട്ട് എഴുതിയതിലൂടെ
അങ്ങനെയെങ്കിലും ഞാൻ പ്രശസ്തയാവട്ടെ. പക്ഷെ അത് എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്കൊരിക്കലും അതിലൂടെ വൈറലാകുമെന്ന് ഞാൻ സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന പോലെ എടുത്തിട്ട് വൈറലാകണം എന്ന് വിചാരിച്ച് ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ നായികയാക്കി ചെയ്ത്, അംഗവൈകല്യം ഉള്ളവരെ, എപ്പിലെപ്സി ഉള്ളവരെ, ലോമെല്ലാർ എത്തിയോസിസ് എന്ന ഡിസീസ് ഉള്ളവരെ, കണ്ണുകളില്ലാത്ത ഇവരെയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു അവാർഡൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നിലൂടെ അവർക്കൊരു പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതും ഡയറക്ഷനൊക്കെ എനിക്ക് തന്നെയാണ് കിട്ടിയിട്ടിരിക്കുന്നത്. അവർക്കൊരു അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇതാക്കി, അവർക്ക് പിന്നെ അഭിനയിക്കാൻ കുറച്ച് അറിയത്തില്ല എങ്കിൽ പോലും അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രോത്സാഹനമൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് എഴുതി വൈറലാകുമോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും പ്രാഞ്ചിയേട്ടൻ ആവാനുള്ള ശ്രമമാണ്. അല്ല, പ്രാഞ്ചിയേട്ടനാണെന്നോ അങ്ങനെ എന്തോ ഒരു കമന്റ് അല്ലേ? അതെ, ഞാൻ പ്രാഞ്ചിയേട്ടനാണ്, ഞാൻ പണ്ഡിറ്റാണ്. ലേഡി ഇത് നിങ്ങൾക്കും ആകാം ഇല്ലേ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോൻ എന്ന് വിളിക്കുമ്പോഴും എങ്ങനെയാണ് ഇതിനെ ആ വിളിയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ. എഴുത്ത്, ക്യാമറ, സംഗീതം, പാട്ട്, ഇതെല്ലാം കൂടെ ചേരുന്നതാണല്ലോ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും ബാലേന്ദ്ര മേനോൻ സാറാണെങ്കിലും ഇത് എല്ലാം ചെയ്യുന്നവരെയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ നായികയാക്കിയിട്ടൊരു കാര്യം എനിക്ക് എടുക്കണം. അവൾ എന്ന് ക്യാപ്ഷൻ ഇട്ടു, ഞാൻ പേപ്പർ എടുത്ത് വെച്ചു, ഇരുന്നു. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് റൂം എടുത്ത് AC റൂം എടുത്തിട്ട് ഹോട്ടൽ മുറിയിൽ ഇരിക്കുവോ അല്ലെങ്കിൽ ഏകാന്തമായ പ്ലേസ് വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ദോശ ചുടുമ്പോഴായിരിക്കും എനിക്ക് സ്ക്രിപ്റ്റ് മനസ്സിലേക്ക് വരുന്നത്. ദോശ ചുട്ട് തീർന്നു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് എഴുതി പകുതിയാക്കിയിട്ട് അടുത്ത ചോറിടും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫിനിഷ് ചെയ്ത്, ആ ദിവസം ഞാനത് ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡ്യൂസർ ഇല്ല, ഇങ്ങനെയുള്ള ഓഫ് ബീറ്റ് സാധനത്തിനൊന്നും ഒരു മനുഷ്യർ പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആവുക, പോയി പണി നോക്ക് അല്ലെങ്കിൽ വട്ടാണെന്നൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ അതിനുള്ള മാർഗം കണ്ടെത്തുന്നത് അഭിനയിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും 2-3 പേര് അവർ ചെറിയ ചെറിയ സംഭാവന ചെയ്തിട്ട്, നമുക്ക് വേണ്ടത് ലക്ഷ്യമാണ്. പണം എന്ന് പറയുന്ന 2ാം സ്ഥാനത്ത് 500 രൂപ കൊണ്ട് 2 ഷോർട്ട് ഫിലിമിന് ഞാൻ 500 രൂപ കയ്യിലുള്ളൂ. 500 രൂപ കൊണ്ട് ഇറങ്ങി. അന്ന് ഷൂട്ടിന് തലേ ദിവസം നാഗബന്ധനം, വാവ സുരേഷ് മാഷൊക്കെ വന്നിട്ട് നാഗങ്ങളെ കുറിച്ചുള്ള സർപ്പക്കാവുകളൊക്കെ കേന്ദ്രീകരിച്ച് വരണം. അത് പിറ്റേ ദിവസം ഗാന്ധിജിയുടെ ആത്മരോധനം. ആകെ 500 രൂപയും കയ്യിലുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഇറങ്ങുക, ബാക്കി എല്ലാം ദൈവം തരുമെന്ന്. നാഗബന്ധനം എടുത്തിരിക്കുന്ന ആ വീട്ടുകാർ തന്നെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം തന്നു. പൂജ എല്ലാം ഫ്രീ ആയിട്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ പൂജ അതെല്ലാം ചെയ്തു. ക്യാമറാമാന് പിന്നെ നമുക്ക് കടം പറയാമല്ലോ. പിറ്റേ ദിവസം ഗാന്ധിജിയുടെ ആത്മരോധനം ആ ക്യാമറാമാൻ എടുത്തു. പക്ഷെ അതിൽ കണ്ട ഒരു വഴിപോക്കനായിട്ടുള്ള ഒരു ചേട്ടനെ അഭിനയിക്കാൻ ഞാൻ അങ്ങനെ വഴിയെന്നൊക്കെ ആൾക്കാരെ പിടിച്ച് അഭിനയിപ്പിക്കും. ആ മാഷ് ആണ് വണ്ടി സൗകര്യവും ക്യാമറാമാൻ്റെ റെൻറ്റും ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ക്യാരക്ടറും കൊടുത്തു. അത് ദൈവം നമ്മൾ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാ. ഞാൻ എൻ്റെ അവിടെ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചത് ഈശൻ. അപ്പോൾ എനിക്ക് 2 കരങ്ങളുണ്ട്, പ്രവർത്തിക്കാൻ ഒരു മനസ്സുമുണ്ട്, പിന്നെ ബ്രെയിനാണ്. ഞാൻ ഇറങ്ങി 500 രൂപയ്ക്ക് അതിന് എനിക്ക് വിലയുണ്ട്, 5 ലക്ഷത്തിൻ്റെ വിലയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ 2 വർക്ക്, 2നും അവാർഡും ഉണ്ടായിരുന്നു. അങ്ങനെ അത് പൂർത്തീകരിച്ചു. അപ്പൊ നമുക്ക് ഈ പൗലോ കൊയ്ലോ പറയുന്ന പോലെ അദമ്യമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും ആൾക്കാർ വന്നു. നാം തീവ്രമായി ആഗ്രഹിച്ചാൽ പ്രകൃതി പോലും കൂടെ. എനിക്ക് ആ പ്രകൃതിയാണ് കൂടെ നിന്നത്. 500 രൂപ കൊണ്ട് വീട്ടിൽ നിന്നും എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ, എന്തുകൊണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ ഒരു ദൈവാനുഗ്രഹമായിരുന്നു. ഞാനോ നല്ല വിശ്വാസിയാണ്. പക്ഷേ ആ ഈശ്വരന്മാരെ കാണുന്നതിനൊരു വ്യത്യാസമുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ക്യാൻസറിൻ്റെ ആ ഒരു ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ സർജറി ചെയ്ത് ആ ഡോക്ടറുടെ മുഖത്താണ് ഞാൻ ഈശ്വരനെ കണ്ടത്. പിന്നെ മാഷിൻ്റെ മുഖത്ത് ഈശ്വരനെ കാണുന്നുണ്ട്. കാരണം ഒരു സാധാരണ കലാകാരിയായ എന്നെ ഇത്രയും സമയം നിങ്ങൾ അത് ഇവിടെ വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന് നിങ്ങളുടെ മുഖത്ത് ഈശ്വരനെ കാണുന്നുണ്ട്. അതുപോലെ എന്നെ ഉപദേശിക്കുകയും, ഉപദേശം എന്ന് പറഞ്ഞാൽ നല്ല നല്ല സദുപദേശങ്ങൾ തരികയും അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ നിനക്ക് നല്ലതാകാൻ പറ്റും, അത് നീ എടുക്കുക, അത് വിഷ്വൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തരുന്ന അവരിൽ ഒരു ഈശ്വരാംശം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി 2 നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കണ്ണടച്ച് കഴിയുമ്പോൾ നമുക്കൊരു വൈബുണ്ട്.
തീർച്ചയായിട്ടും അതെ. തീർച്ചയായിട്ടും ഒരു 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 ശക്തി. ഒരു ക്ഷേത്രം പകർന്നു നൽകുന്ന ഒരു വൈബ്, ഒരു സാന്ത്വനത്തിന്റെ ഉണ്ടാവാം, ഒരു ഭക്തിയുടെ ഉണ്ടാകാം, നിശബ്ദതയുടെ ഉണ്ടാകാം, ശാന്തതയുടെ ഉണ്ടാകാം, അങ്ങനെ കുറേയധികം വൈബുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്ന ഒരു സ്ഥലം ക്ഷേത്രങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജ ചെയ്ത ആൾക്കാരോ എല്ലാം എവിടെയോ പ്രിയ ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയെ തളർത്തി കളഞ്ഞു. പൂജ ചെയ്യുന്ന ചോദ്യം മനസ്സിലായില്ല. പൂജ ചെയ്യുന്ന, നിത്യവും പൂജ ചെയ്യുന്ന, നിത്യവും പ്രാർത്ഥിക്കുന്ന പ്രിയ ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ശാരീരികമായി എവിടെയോ മുറിവേൽപ്പിക്കാൻ ഈ ദൈവങ്ങൾക്ക് കഴിഞ്ഞു. അതായത് എന്താ പറയുക, മാഷിൻ്റെ ചോദ്യം ഇപ്പം മനസ്സിലായി. അതായത് അത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെ, അതെന്താന്ന് വെച്ചാൽ പരീക്ഷണങ്ങൾ ദൈവം അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കാണ് തരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതായത് തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ രണ്ടു നേരവും ദേവിയുടെ പടിക്കലാണ് താമസിക്കുന്നത്, ഭദ്രകാളിയാണ്. അമ്മേ അനുഗ്രഹിക്കണേ ദേവി, ഒരിക്കലും എനിക്ക് അസുഖങ്ങൾ തരരുതെന്നോ ധനം തരണേന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കാറുണ്ട് കടങ്ങളൊക്കെ വരുമ്പോൾ എന്താ. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ധനാഢ്യമായിട്ട് അങ്ങനെ അങ്ങ് പോകുവാണ്. സകല സുഖങ്ങളിലൂടെയും പോയി കഴിയുമ്പോൾ നമുക്ക് മനുഷ്യനെ കണ്ടാൽ അറിയത്തില്ല, അഹങ്കാരം ഇതൊക്കെയാണ്. നേരെ മറിച്ച് ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് തരുമ്പോഴും നമ്മൾ ജീവിതത്തെ കൂടുതൽ ലാളിത്യത്തോടെ കാണാനും ജീവിതത്തെ വിശകലനം ചെയ്യാനും പഠിക്കാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സിമ്പിളാകാനും പറ്റും. എനിക്ക് തന്നിരിക്കുന്ന മുഴുവൻ ദുഃഖങ്ങളാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയത്, എൻ്റെ കണ്ണുനീര് തോരാതെ ഇരുന്നിട്ടുണ്ട് കല്യാണം വരെ. കാരണം അച്ഛനൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് പാലും പഴവും തേനും സ്വർണവും എല്ലാം ഉണ്ടെങ്കിലും ഞാനും എൻ്റെ അമ്മയും നിശബ്ദമായി ജീവിച്ച് ഞങ്ങൾക്ക് പരസ്പരം ഒന്നും മിണ്ടാൻ പോലും അനുവാദമില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് എൻ്റെ എഴുത്തുകൾ, എൻ്റെ ഉള്ളിൽ കുറഞ്ഞുകൂടുന്ന ആ എഴുത്തുകളെ പേപ്പറിലേക്ക് ആവാഹിക്കാനോ എഴുതാനോ ഉള്ള അത് അച്ഛൻ സമ്മതിക്കുന്നില്ല, എഴുതി പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒന്ന് പാടാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴുള്ള ആ ഒരു വീർപ്പുമുട്ടലുകളിൽ കൂടെയാണ് കടന്നു വന്ന കൗമാര ശൈശവ ബാല്യം എല്ലാം. ശൈശവ ബാല്യ കൗമാരം തിരിഞ്ഞുപോയി. പിന്നെ മാര്യേജിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡാണ്. അതാണ് ഒരു സ്ത്രീയുടെ ആ പുരുഷന്മാരോടുള്ള റെസ്പെക്റ്റിൻ്റെ ഒന്നാമത്തെ ഘടകം. അതാണ് ഞാൻ അതും ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. മാഷ് തീവ്രമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് പറയാനുള്ള അവതാരകന്റെ ആ ഒരു മനോധർമ്മമാണ്. അപ്പോൾ ഞാൻ കണ്ട എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന പുരുഷനെ എനിക്ക് ഭയമായിരുന്നു, പകയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യണമെന്നല്ല, എന്നെ ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. അച്ഛൻ എന്നെ ഒന്നിനും ഇടപ്പെട്ട പോയ ആ ബന്ധിക്കുന്ന ആ ഒരു പിന്നെ എൻ്റെ അമ്മയോട് ഒരു സ്വാതന്ത്ര്യം. അമ്മ ബസ്സിലൊന്നും കയറിയിട്ടില്ല, അച്ഛൻ്റെ കൂടെ കാറേ പോവും, ഇന്നടത്ത് ഇറങ്ങും. അങ്ങനെ സമ്പർക്കമേ ഇല്ല ആരുമായിട്ടും. ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാറില്ല, കല്യാണങ്ങൾക്ക് കൊണ്ടുപോകാറില്ല, അമ്മയുടെ വീട്ടിലും വിടാറില്ല. അങ്ങനെ അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു ലോകത്തെ സ്നേഹിച്ച് കൊന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഞാനും അങ്ങനെ ഒരു റിസർവ്ഡ് ടൈപ്പായിരുന്നു. ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് ജനലുകളെല്ലാം അടച്ചിട്ടിരുന്ന് എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡാണ് എന്നിലെ നല്ലതുപോലെ ഉണ്ടായിരുന്നു, അന്തർമുഖത്വം ഉണ്ടായിരുന്നു. ബന്ധുക്കൾക്ക് ഒരു വിവേചനം ഉണ്ടായിരുന്നു. ഈ എന്താ പറയാ, ഈഴവരെ ഇത്ര അകലെ നിന്നേ കഥകളി കാണാൻ പാടുള്ളൂ എന്നൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. തൊട്ടുകൂടായ്മ തീണ്ടിക്കൊ ഇതൊക്കെ റിയൽ ആയിട്ട് അനുഭവിച്ചത്. അത് എന്തായിരുന്നു അവരുടെ വിഷമമെന്ന് അനുഭവിച്ച ഞാൻ. അതായത് അനിയത്തി എന്നെയും തമ്മിൽ വേർതിരിച്ചാണ് എൻ്റെ ബന്ധുക്കൾ കണ്ടുകൊണ്ടിരുന്നത്. അവൾ ഇത്രയും കൂടെ കാണാൻ നല്ല ഫെയറാണ്, ഞാനാണെങ്കിൽ ശരിക്കും ഇച്ചിരി ഭയങ്കര ഒരു അന്തർമുഖത്തിലൂടെയാണ് വന്നത്. പക്ഷെ എന്നിൽ കലയുണ്ടായിരുന്നു, അവളിൽ ആ കലയില്ലായിരുന്നു. ഞാൻ കണ്ട വീരപുരുഷൻ എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ കുടുംബവും കലയും രണ്ട് കണ്ണാണ്. അത് ഒന്നിന് കാഴ്ച കൂടുതലും ഒന്നിന് കാഴ്ച കുറവും അങ്ങനില്ല. കലയെ എന്തെന്നറിയത്തില്ലാത്ത അല്ലെ കലയിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് അവരാണ് എന്നെ വിമർശിക്കുന്നത്. 56 വർക്ക് റിലീസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഡോക്യുമെൻ്ററി, കവിത, ആൽബങ്ങൾ, ഡോക്യു ഫിക്ഷൻ, ഹോം സിനിമ, ഇതിലൊന്നും ഒരു അസിസ്റ്റൻ്റോ അസോസിയേറ്റോ ഇല്ല. ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകൂ നീ എന്ന് നമ്മൾ പറയാനുള്ള ഒരു മനസ്സ്. പോരാളി 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 ഞാനൊരു പോരാളി, ഭ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ.